हेलो बच्चों, हाय, कैसे हैं आप सब। वीरेन ढगवाल जी एडिटला तो अब कविता मुश्किल लग रहा है आपको, सो कोई बात नहीं, मैं हूं ना आपकी जो भाई यहाँ है। मैं आपको बहुत आसानी से सरल शब्दों से इस कविता को आपको सिखाऊंगा। ये ഒരു कविता വളരെ सिंपल ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം क्योंकि मैं हूं आपका जो भाई। सो मैं सिखाऊंगा कैसे इसको बहुत आसानी से समझना है। ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാലോ। സോ തോപ്പ് കവിത എഴുതിയത് വീരൻ ढंगवाल ജിയാണ്। വീരൻ ढंगवाल ജിയുടെ കവിതയാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ടിയിരിക്കുന്നു। വീരൻ ढंगवाल ജിയാണ്। സോ കവിതയാണ്। തോപ്പ് എന്ന് പറഞ്ഞാൽ കാനൺ ആണ്. ഓക്കെ, ആ ഒരു പീരങ്കി, നമ്മൾ ഫയർ ബോൾസ് ഒക്കെ പോകുന്ന ആ ഒരു കാനൺ ആണ്. പീരങ്കിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. സോ നേരെ പോവാം, നോക്കിക്കോളൂ. സോ കാനൺ നാം സമझ सकते हैं. തോപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? കവിതയുടെ വരികളുടെ ആശയത്തിലേക്കാണ് പോകുന്നത്. ഈ കവിത എന്ന് പറയുന്നത് അതീത് की यादों और शक्ति की नश्वरता का एक सुंदर उदाहरण है. ഓക്കെ, ഇതിലൂടെ ഈ കവിത എന്ന് പറയുന്നത് അതീത് की याद, അതീത് എന്ന് പറഞ്ഞ പാസ്റ്റിന്റെ ഓർമ്മകളും, നമ്മുടെ കഴിഞ്ഞ കാലത്തിന്റെ ആ ഒരു ഓർമ്മകളും പാസ്റ്റിന്റെ ഓർമ്മകളും, അതുപോലെ തന്നെ ശക്തി की नश्वरता का एक सुंदर उदाहरण है. ശക്തിയുടെ ആ ഒരു നശ്വരത, ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും ലോങ് ലാസ്റ്റിംഗ് അല്ല, ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്നതല്ല. അതിന്റെ നശ്വരത, അത് പെട്ടെന്ന് നശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ശക്തി എന്ന് പറയുന്നൊരു കാര്യം. ഓക്കെ, പവർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ കവിത നമ്മളെ മനസ്സിലാക്കുന്നത്. സോ ആ കവിതയുടെ ഒന്നാമത്തെ മെയിൻ പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 4 മെയിൻ പോയിന്റ്സിലൂടെ ഞാൻ ഈ കവിതയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. സോ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. വിരാസത് കാ ജോ പ്രതീക്, വിരാസത് കാ മത്ലബ് ഹെ ഹെറിറ്റേജ് ആണ്, പൈതൃകമാണ്. പൈതൃകത്തിന്റെ പ്രതീകമായിട്ടാണ് കവിതയുടെ ആ ഒരു തുടക്കത്തിലെ വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആ പൈതൃകം, എന്താണ് ആ വിരാസത്ത്, എന്താണ് ഹെറിറ്റേജ് എന്ന് നമുക്ക് നോക്കിയാലോ. കവിതാക്കി ശുരുവാത്ത് കമ്പനി ബാഗ് കെ മുഹാനെ, കമ്പനി ബാഗ് അതും ഒരു ഹെറിറ്റേജ് ആണ്. കമ്പനി ബാഗ് എന്ന് പറയുന്ന ദില്ലിയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള, ഇന്ന് ദില്ലിയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി ബാഗിന്റെ ആ ഒരു എൻട്രൻസിലൂടെയാണ്. ഓക്കെ, എൻട്രൻസിലൂടെ എന്താണ്, അവിടെയാണ് 1857 1857 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ തോപ്പ്, അവിടെ എന്താണ്, തോപ്പ് സെ ഹോത്തി ഹെ, ആ ഒരു തോപ്പ് എന്ന് പറഞ്ഞ ആ കാനൺ, പീരങ്കിയിലൂടെയാണ് ഇത് ഈ ഒരു കവിത തുടങ്ങുന്നത്. ഓക്കെ, കവി ഇസെ വിരാസത്ത് കത്ത് ഹെ, കവി ഈ ഒരു തോപ്പിനെ, ഈ ഒരു പീരങ്കിയെ 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ശിപ്പായി ലഹളയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ പീരങ്കി നമ്മൾ ഉപയോഗിച്ച ഈ ഒരു കാനണിലൂടെയാണ്. ആ ഒരു കാനൺ, ആ ഒരു പീരങ്കി അവിടെ സിറ്റുവേറ്റഡ് ആണ്. ഇതിലൂടെയാണ് ഈ കവിത തുടങ്ങുന്നത്. ഓക്കെ, യാനി പുരാനി പീഡിയോസെ മിലി ഹുയി ചീസ്, പഴയ ആ ഒരു പാരമ്പര്യത്തിന് ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജിസ്കി ഹമേ ദേഖ്ഭാൽ കർണി പടുത്തി ഹെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇസെ സാൽ മേ ദോ ബാർ ചംകായ ജാത്ത ഹെ, വർഷത്തിൽ 2 തവണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ വൃത്തിയാക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതൊക്കെ ദിവസമാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ വൃത്തിയാക്കുന്നത്, ആ ഒരു പീരങ്കി, ആ ഒരു കാനൺ ഏതൊക്കെ ദിവസമാണ് വൃത്തിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. സോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പുരാനി പീഡിയ, നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ലഭിച്ച സാധനമാണ്, അതൊരു പൈതൃകമായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് എന്നൊരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, അതിന്റെ കാര്യം എന്തിനാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് എന്ന് അവസാനം ഞാൻ പറഞ്ഞുതരാം. സോ പഴയ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ലഭിച്ചതാണ് ഈ ഒരു പീരങ്കി എന്ന് പറയുന്നത്, നമ്മുടെ പൈതൃകമായിട്ട് അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ പറയാണ്, ഇസെ സാൽ മേ ദോ ബാർ ചംകായ ജാത്ത ഹെ, വർഷത്തിൽ 2 തവണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനൊന്നും മിനുക്കുന്നത്, ഇതിനൊന്നും വൃത്തിയാക്കുന്നത്. ഏതൊക്കെയാണ് 2 ദിവസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ ദിവസമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, സ്വതന്ത്രത ദിവസം, ആഗസ്റ്റ് 15. ഓക്കെ, ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, സ്വതന്ത്ര ദിവസമാണ്. അതുപോലെ തന്നെ ഗണതന്ത്ര ദിവസം എന്ന് പറയുന്നത് നമ്മുടെ റിപ്പബ്ലിക് ആയിട്ടുള്ള ജനുവരി 26 സോ ഈ 2 ദിവസമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ദിവസങ്ങൾ, ഓർത്ത് വെച്ചോളൂ. ഒന്ന് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക്, ഓക്കെ, ഗണതന്ത്ര ദിവസം എന്ന് പറയുന്ന ജനുവരി 26, മറ്റേത് ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയിൽ വരുന്ന. ഈ 2 ദിവസങ്ങളിലാണ് ഈ പീരങ്കിയെ എന്ത് ചെയ്യുന്നത്, ഒന്ന് സാഫ് സഫായി ചെയ്യുന്നത്, ഒന്ന് വൃത്തിയാക്കുന്നത്. ഓക്കെ, ചംകാന, ആ തിളക്കുക, ഒന്ന് തിളപ്പിക്കുക. ഓക്കെ, മനി ഷൈനിങ് ആക്കുക, തിളക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതിനൊന്ന് ഷൈനിങ് ചെയ്യുക. ഓക്കെ, യെസ്, ക്ലീൻ ചെയ്യുക. അതീത് കാ ഗൗരവ്, അപ്പൊ പാസ്റ്റിന്റെ ഗൗരവത്തെ കുറിച്ചാണ്. അപ്പൊ പാസ്റ്റില് ഈ പറഞ്ഞ ആള്, ഈ തോപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഭാഗ് മേ ആനെ വാലെ സൈലാനിയോ കോ യേ തോപ്പ് അപ്നെ സുൻഹരെ ദിനോ കി യാദ് ദിലാത്തി ഹേ. ഓക്കെ, ഭാഗിൽ വരുന്നില്ല, ഈ പൂന്തോട്ടത്തിൽ വന്നിട്ടുള്ള, അതുപോലെ എന്താണ് ഈ വന്നിട്ടുള്ള ആരാണ്, സൈലാനിയോക്കോ യേ തോപ്പ് അപ്നെ സുൻഹനെ ദിനോ കി യാദ് ദിലാത്തി ഹേ. സോ ആപ് സമझ सकते हैं, എന്താണ് ഇതിലൂടെ പറയുന്നത്. ഭാഗ് മേ ആനെ വാലെ സേലാനിയോ, ടൂറിസ്റ്റിനെയാണ് സേലാനി എന്ന് പറയുന്നത്. ഇവരുടെ ടൂറിസ്റ്റ്, കാരണം ഇതൊരു ഹെറിറ്റേജ് ആണ്, പൈതൃകമാണ്. ഒരുപാട് വിസിറ്റേഴ്സ് വരും, ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരും ഇതിനെ കാണാൻ, സന്ദർശിക്കാൻ. അപ്പോഴെന്താണ് ഈ പീരങ്കി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാനൺ അവരോട് എന്ത് പറയാണ് ചെയ്യുന്നത്, അപ്പിനെ സുൻഹരെ ദിനോക്കി യാ ദിലാത്തി ഹെ, തന്റെ ആ വീരതയൊക്കെ നിറഞ്ഞിട്ടുള്ള പാഷനെ കുറിച്ച് ഈ പീരങ്കി അവരോട് പറയാണ്. എന്താണ്, വഹ് ബതാത്തെ ഹെ കി 1857 के स्वतंत्र संग्राम में वो बड़ी जबर थी, बहुत शक्ति
शक्तिशाली थी 1857 1857 1857 ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അവർ വളരെ ശക്തിശാലിയായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ എന്ന് ആര് പറയാണ് ചെയ്യുന്നത് നമ്മുടെ പീരങ്കി പറയാണ് ചെയ്യുന്നത്. 1857 താൻ വളരെ ശക്തനായിരുന്നു എന്ന് പീരങ്കി ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ ബഡി ജബർ എന്ന് വെച്ചാൽ ശക്തിശാലിയായിരുന്നു. ഉസ്നെ അച്ഛെ ശൂർവീരോं को धज्जे उड़ा दिए थे. വലിയ ആയിട്ടുള്ള ശൂരപരാക്രമി ആയിട്ടുള്ള നമ്മുടെ പോരാളികളെയൊക്കെ ഇവർ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ക്രാന്തികാരിയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. ആര്? ഈ കാനൺ. നമ്മുടെ ആൾക്കാരെ, നമ്മുടെ ഭാരതത്തിലെ ജനത യാനി ഹമാരി ജോ ക്രാന്തികാരി ലോഗോങ്കോ, നമ്മുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വീരശൂര പരാക്രമിയായിട്ടുള്ള ജനങ്ങളെയൊക്കെ ആര്? ഈ കാനൺ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് കാനൺ സ്വന്തം അഭിമാനത്തോടു കൂടി ഈ ടൂറിസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരോട് പറയായിരുന്നു. ഇപ്പൊ ഞാൻ സൈലന്റ് ആണ്, പക്ഷെ മുൻപ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്? കാനൺ വളരെ ഗൗരവത്തോടു കൂടി തന്റെ പാസ്റ്റിനെ ഒന്ന് പുകഴ്ത്തി പറയുന്നത് ഈ ടൂറിസ്റ്റിനോട്. അപ്പോഴാണ് മൂന്നാമത്തെ മെയിൻ പോയിന്റ് നിങ്ങൾ നോക്കണം, അതിന്റെ വർത്തമാന സ്ഥിതി. ഒരിക്കലും കാനൺ പറയുന്നതല്ല, മറിച്ച് അതിന്റെ ആ ഒരു കവിയുടെ ആ ഒരു പ്രതീകാത്മകതയാണ്, സിംബോളിക് മീനിങ് ഒക്കെ വരുന്നതാണ്. നിങ്ങൾക്കറിയാം കവി എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ഇതിനെ വർണ്ണിച്ച രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഈസി അല്ലേ? സോ അപ്പോഴാണ് വർത്തമാന സ്ഥിതി. ഇന്ന് ആ കാനണിന്റെ അറ്റ് പ്രസന്റ് ഫിൽഹാൽ ഇന്ന് ആ കാനൺ എങ്ങനെയാണുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ലേക്കിൻ ആജ് സമയം ബദൽ ഗയാ ഹെ, ഇന്ന് സമയം മാറിയിട്ടുണ്ട്, ഉൾട്ടാ ഹോ ഗയാ, സമയം മാറി. അബ് യഹ് തോപ്പ് കേവൽ പ്രദർശൻ കി വസ്തു ബൻകർ രഹ് ഗയി ഹെ. ഇന്ന് ഈ കാനൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെറും പ്രദർശന വസ്തുവായിട്ട് മാത്രം നിലകൊള്ളുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. പണ്ട് വളരെ വീരശൂര പരാക്രമിയായിട്ടുള്ള ആൾക്കാരെയൊക്കെ വധിക്കാനൊക്കെ സഹായിച്ച ഒരാളാണ്, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരെ ദമൻ ചെയ്യാൻ, അടിച്ചമർത്താനൊക്കെ നിന്ന ഒരാളാണ് ഈ ഒരു കാനൺ എന്ന് പറയുന്ന ഈ പീരങ്കി എന്ന് പറയുന്ന ആള്. പക്ഷെ ഇന്ന് അതിനെന്താണ്? വെറും ഒരു പ്രദർശന വസ്തുവായിട്ട് മാത്രം നിലകൊള്ളുന്ന ഒരാളായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജബ് ബച്ചെ ഇസ് പർ നഹി ഖേൽ രഹേ ഹോത്തെ, ഇതിലെന്താണ്? ബच्चे इसके अंदर खेलते हैं, കുട്ടികൾ ഇതൊരു ഖിലോനയായിട്ടാണ്, ഇന്ന് കുട്ടികളൊക്കെ ഇതൊരു ഖിലോനയായിട്ടാണ് ഈ ഒരു പീരങ്കിയെ, ഈ ഒരു കാനണിനെ കാണുന്നത്. അഥവാ കുട്ടികൾ കളിക്കുന്നില്ലെങ്കിൽ ചിടിയ ഇസ് പർ ബൈഠ്കർ ഗപ്ശപ് കർത്തി ഹൈ, പക്ഷികൾ സ്പാരോ ഒക്കെ വന്നുകൊണ്ട് പക്ഷികളൊക്കെ ഇതിന്റെ മേലെ വന്ന് ഒച്ചയാക്കി കളിക്കും. ഓക്കെ, സോ ശരാരത്തി ഘരിയ തോ കബി കബി ഇസ്കെ മൂഹ് കെ അന്തർ ഭി ഗൂസ് ജാത്തി ഹൈ. ഘരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്പാരോ ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ശരാരത്തി വികൃതിയോടുകൂടി ഈ കാനണിന്റെ വായയുടെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി വികൃതി കളിക്കും എന്നാണ് പറയുന്നത്. അതിലൂടെ ഒരു സന്ദേശമാണ്, ഒരു മെസ്സേജ് ആണ്. ഈ ദൃശ്യക്ക് മാധ്യം സെ കവി ഏക് ഗഹരാ സന്ദേശ് ദേത്തെ ഹൈ. ഈ ദൃശ്യത്തിന്റെ മാധ്യമത്തിലൂടെ കവി ഒരു ആഴത്തിലുള്ള സന്ദേശമാണ്, മെസ്സേജ് ആണ് കവി എന്ത് ചെയ്യുന്നത്? ഈ ഒരു കവിതയിലൂടെ कवि और संदेश നമ്മളോട് പറയുന്നുണ്ട്. ആ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ छोटी सी चिड़िया का तोप के मुंह के घुस जाना ये बताते हैं कि चाहे कोई कितना भी विनाशकारी और शक्तिशाली क्यों ना हो. സോ ആ ഒരു പക്ഷി ഈ ഒരു കാനന്റെ ആ ഒരു മുകളിലൊക്കെ ഉള്ളിലേക്കൊക്കെ പോയി കളിക്കുന്നൊക്കെ ഇതിലൂടെ പറയുന്നത് എത്ര വലിയ വിനാശകാരി വസ്തു ആയിക്കോട്ടെ വാസ് പാസ്റ്റിൽ എന്തായിക്കോട്ടെ, എത്ര ശക്തിശാലി ആയിക്കോട്ടെ, എത്ര വിനാശകാരി ആയിക്കോട്ടെ, പക്ഷേ എന്താണ് ഉസ്ക അന്ത് നിശ്ചിത് ഹേ, അതിനൊരു അവസാനം എന്തായാലും ഉണ്ടാവും. കാരണം 1857 ഇയാൾ വലിയ കില്ലാടിയായിരുന്നു, നമ്മുടെ കാനൺ വലിയ ശക്തിശാലിയും കില്ലാടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ അതിന് വലിയ പ്രസക്തിയില്ല, ഒരു വെറും പ്രദർശന വസ്തുവായിട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? സോ അത്യാചാർ और घमंड हमेशा नहीं टिकते हैं. അത്യാചാരം ആയിക്കോട്ടെ, ഘമണ്ട് ആയിക്കോട്ടെ, അറഗൻസ് ആയിട്ടുള്ള അഹങ്കാരം ആയിക്കോട്ടെ, ഇതൊരിക്കലും ലോങ് ലാസ്റ്റിംഗ് ആയിക്കത്തില്ല. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലകൊള്ളത്തില്ല. മറിച്ച് एक दिन उनका मुंह बंद हो ही जाता है. ഒരു ദിവസം എന്താണ് അതിന്റെ വായ അടക്കപ്പെടും എന്ന് പറയുന്നത് ഇല്ലാതാകും. അത് ഒരു ദിവസം എന്താണ് അത്യാചാരം ഘമണ്ടൊക്കെ ഒരു ദിവസം ഇല്ലാതാകും എന്നാണ് ഈ മൂവ് ബന്ദ് ഹോന എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻസിയാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ ഇതാണ് ഈ ഒരു കവിതയുടെ സന്ദേശം, ഇതാണ് വീരൻ ഢങ്ക്വാൽജി വളരെ സിമ്പിൾ ആയിട്ട് നമ്മളോട് പറയുന്നത്. ഹർ കവിത എന്ന് പറയുന്നത് സമാജിലേക്ക് സന്ദേശം, സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൂടിയാണ്. സോ കവിത നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആ ഒരു ആശയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കൂ. സോ
ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോ ബോത്ത് കുച്ച് വളരെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ മലയാളം മീനിങ് ഓൾസോ ഞാൻ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ജിമ്മൻ സാറ് ജൂ പോട്ട് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വേർഷൻ ഞാൻ അയച്ചുതരാം. CBSE നിങ്ങൾക്ക് ഇവിടെ മലയാളം വേർഷനും ഹിന്ദി വേർഷനും ഒക്കെ ഞാൻ അയച്ചുതരാം. നല്ല രീതിയിൽ പഠിക്കും, നല്ലൊരു മാർക്ക് എന്തായാലും സ്കോർ ചെയ്യും. ജൂ പോട്ടിന്റെ കൂടെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ജിമ്മൻ സാർ ജൂ പോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ട മാത്സ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി എജു പോർട്ടിൽ റെഡിയാണ്. എജു പോർട്ടിൽ ആപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ പോലും ഇതിനൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം, ഒരു വൺ ഷോട്ട്, ഇതിനേക്കാൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു വൺ ഷോട്ട് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എജു പോർട്ട് ആപ്പിൽ റെഡിയാണ്. നിങ്ങൾ നമ്മളുടെ കൂടെ പഠിക്കുവാണെങ്കിൽ നല്ലൊരു മാർക്ക് വരാൻ പോകുന്ന ബോർഡ് എക്സാമിൽ ലഭിക്കുന്നതാണ്. ठीक बच्चों, बहुत बहुत धन्यवाद. നിങ്ങൾ എജു പോർട്ടിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജിമ്മൻ സാർ എജു പോർട്ട് എന്നതിലേക്ക് നിങ്ങളുടെ പേര്, ഓക്കെ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ആ ഒരു ഫോൺ നമ്പർ കൂടെ അയച്ചു തന്നാൽ നിങ്ങൾക്ക് എജു പോർട്ട് ആപ്പിലേക്ക് കയറി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ല രീതിയിൽ പഠിക്കൂ, നല്ല രീതിയിൽ മാർക്ക് വാങ്ങൂ, ബി പ്രൗഡ്. सो ठीक है बच्चों, बहुत बहुत धन्यवाद. मिलते हैं ओके अगली वीडियो के साथ. तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू. അങ്ങനെ SSLC റിസൾട്ട് മെയ് 15 വരും എന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണേണ്ടത് 2026-27 വർഷം, അതായത് വരാൻ പോകുന്ന വർഷം SSLC എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ്. ആ കുട്ടികളോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണൊന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ണടച്ചേ എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഈ മെയ് 15 വരാൻ പോകുന്നത് നിങ്ങളുടെ SSLC റിസൾട്ട് ആയിരുന്നെങ്കിലോ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അന്നപ്പോൾ ഫീൽ ചെയ്യുക? വെറുതെ ഒന്ന് ആലോചിച്ചൊക്കെ. കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. SSLC എഴുതണ്ടേ,
റിസൾട്ട് എല്ലാവരും ചോദിക്കൂലേ? അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നിങ്ങളെ കൊണ്ടാകുന്ന രീതിക്ക് എന്തൊക്കെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മാക്സിമം നോക്കിയിട്ടുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ പലരും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. എന്നാലും മെയ് 15 റിസൾട്ട് ഇതാ 2 ആഴ്ച കഴിഞ്ഞ് എൻ്റെ SSLC റിസൾട്ടാണല്ലോ വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു കുത്തൽ, നെഞ്ചിൽ എന്തോ ഒരു നീറ്റൽ, ഒരു ഫീല് നിങ്ങൾ ആലോചിച്ച് നോക്കടാ. അതായത് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോന്നുക, ഒരു ലേശം കൂടെ ഞാൻ പഠിക്കേണ്ടതുണ്ടായിരുന്നു, എൻ്റെ കംപ്ലീറ്റ് ഞാൻ ഇട്ടിട്ടില്ലേ എന്ന് എവിടെയോ ഒരു ഡൗട്ട്, എന്തോ ഒരു മൊത്തത്തിലൊരു മന്ദിപ്പ് പോലെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഒരു ലേശം കൂടെ ഒക്കെ എനിക്ക് പഠിക്കാൻ പറ്റാനില്ല ഈശ്വര, ഞാൻ എന്തുകൊണ്ടത് നോക്കിയില്ല, ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാനില്ലല്ലോ, ഒന്ന് ബാക്കോട്ട് പോയിട്ട് ഒരൊറ്റ അവസരം കൂടെ എനിക്ക് തരികയാണെങ്കിൽ ഞാനിതൊന്ന് അടിച്ച് പൊളിക്കാനല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നൂലേടാ. ആൻഡ് എക്സാക്ട്ലി നിങ്ങളുടെ റിസൾട്ട് അല്ല ഈ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുന്നിൽ ഒരൊറ്റ വർഷമുണ്ട്. അതായത് നിങ്ങൾ ബാക്കോട്ട് വന്നതാണ്, നിങ്ങൾ അത്രയും പ്രേ ചെയ്തിട്ട്, അത്രയും നിങ്ങൾ എന്താണ് പ്രാർത്ഥിച്ചിട്ട് ദൈവം നിങ്ങൾക്ക് ഒരവസരം കൂടെ തന്നതാണ് എന്ന് വിചാരിച്ച് നോക്കി. അതായത് ഓൾറെഡി ഒന്ന് ഫെയിലായിട്ട് വീണ്ടും നിങ്ങൾക്കൊരു അവസരം തന്ന SSLC ഒന്ന് അടിപൊളിയാക്കാൻ ആ ഒരു രീതിക്ക് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇനി മുതൽ നന്നായി പഠിക്കില്ലേ? ആ ഒരു രീതിക്ക് ഇതൊരു സെക്കൻഡ് ചാൻസ് ആണ്, ഇതിൽ ഞാൻ മിസ്സാക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് മുതൽ ഓരോ മക്കൾസും എന്ത് ചെയ്യണം? നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങണം. നിങ്ങൾ കണ്ണൊക്കെ തുറന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മേ ബി ഒരു ബിലോ ആവറേജ് കുട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഐ ആം നോട്ട് ദാറ്റ് ഗുഡ് ഇൻ സ്റ്റഡിങ് എന്ന് പല സെൽഫ് ഡൗട്ടുള്ള കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര ബിലോ ആവറേജ് ആണെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഏത് കുട്ടിക്കും എന്താണ് ഈ വരുന്ന SSLCക്ക് എന്താക്കാൻ പറ്റും? ഫുൾ A+ തന്നെ വാങ്ങാൻ പറ്റും. പക്ഷെ മൊത്തത്തിൽ എന്താണ്, A+ൻ്റെ എണ്ണം കുറയും എന്നുള്ളത് സത്യം. അതായത് വെറുതെ മാർക്ക് കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കുട്ടി കൺസിസ്റ്റൻ്റ് ആയി അടിപൊളിയായിട്ട് പഠിച്ചു പോകുന്നുണ്ടോ ആ കുട്ടിക്ക് 100% എന്താണ് ഫുൾ A+ കിട്ടിയിരിക്കും. ഞാൻ പറയുന്നത് ഇപ്പോഴേ അങ്ങ് അടിപൊളിയായി പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇത്രയും സാധനങ്ങൾ ഞാൻ പഠിക്കാണ്ടല്ലോ, അയ്യോ അമ്മേന്നൊന്നും ഇപ്പം വിചാരിക്കേണ്ട. നിങ്ങൾ എന്താ ചെറുത് ഓരോന്നുള്ളത് അന്നന്ന് പഠിച്ച് വൃത്തിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് സിംപ്ലി പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ 10-ലുള്ളൂ. പക്ഷെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല എഫേർട്ട് ഇടണം. ഓരോ ദിവസവും അടിപൊളിയായി പഠിച്ച് മുന്നോട്ട് പോകണം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് തോന്നുകയാണ്, സാറേ എനിക്കിത് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താണ് എജുപോർട്ട് ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ഞാൻ ഉൾപ്പെടെ ഓരോ ടീച്ചേഴ്സും നിങ്ങളെ ഓരോ പാഠഭാഗത്തിലെ ഓരോ ടോപ്പിക്കും അടിപൊളിയായി പഠിപ്പിച്ച് നിങ്ങളുടെ വരാൻ പോകുന്ന SSLC നമ്മൾ കളർഫുൾ ആക്കും. നമുക്ക് എന്താണ്, നമുക്കിതിൽ ചാൻസ് എടുക്കാൻ പറ്റില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കിത് നേടിയെടുത്തേ പറ്റൂ, വേറൊരു ഓപ്ഷനും നമുക്കില്ല. അപ്പം നമുക്കിത് സെറ്റാക്കാടാ. ആരും പേടിക്കേണ്ട, ബിലോ ആവറേജ് ഒന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിക്കും എന്താണ് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. മാത്സിൻ്റെ കാര്യം ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുന്നു. നിങ്ങൾക്കുള്ള 13 ചാപ്റ്ററിൽ, മാത്സിൽ നിങ്ങൾക്കുള്ള 13 ചാപ്റ്ററിൽ 11 ചാപ്റ്ററും എടുത്തത് ഞാൻ തന്നെയാണ്. ആ 11 ചാപ്റ്ററിലെ ഞാൻ പറയുന്ന ഓരോ വേർഡിലും എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ്. കേരളത്തിലെ എത്ര ബിലോ ആവറേജ് എന്ന് വിചാരിക്കുന്ന കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള നല്ല വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങളോട് പറയുന്നത്, ഇങ്ങോട്ട് പോരി, നമ്മളിത് സെറ്റാകുന്നുള്ളത്. ആൻഡ് മാത്സ് പോലെ തന്നെ ഓരോ സബ്ജക്റ്റും അത്രയേറെ അടിപൊളിയായിട്ടാണ് ഓരോ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് അങ്ങ് പോകാതെ അടുത്ത ബാച്ച് തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങുന്നുണ്ട്. ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണേ, ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. 10 സെക്കൻഡ് എടുത്ത് ഫില്ല് ചെയ്താൽ മതിയല്ലോ. നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും അടിപൊളിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ ഡോണ്ട് വെറി, 1ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള എന്തൊക്കെ ബേസ് ആണോ മാത്സിൽ വേണ്ടത് അത് മൊത്തം നമ്മുടെ ബാച്ചിലുള്ള കുട്ടിയൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട, ഇത് നമ്മൾ സെറ്റാക്കും, പവറാക്കും. അപ്പോൾ ഇത്രയും കിടിലനായിട്ടുള്ള ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു ദിവസം മൊത്തം ബാച്ചിൻ്റെ കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം അത്രയേറെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മളുടെ ഈ ഒരു സൂപ്പർ ബാച്ചിനുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മെൻറ്റർ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. നിങ്ങളുടെ പേരൻസിനെ അവർ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടും 3 സെറ്റ് എക്സാമുകൾ ഉണ്ടാവും. ഓരോ ചാപ്റ്ററിൻ്റെയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തരും. ഒക്കെ
ഒക്കെ നമ്മൾ സെറ്റ് ആകൂടാ. അടിപൊളി. എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പം നിങ്ങൾ സൂപ്പർ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ സൂപ്പർ അല്ല, സൂപ്പറിനെക്കാട്ടിയും സൂപ്പർ എന്താണ്, അതിനിപ്പോൾ എന്താ ഒരു വേർഡ് പറയുക, അതായിരിക്കും. അങ്ങനെ ആക്കി നിങ്ങളെ വിടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. ഇനിയിപ്പോൾ എജുപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കും, ഐ ഹാവ് നോ ഇഷ്യൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് പഠിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. സാറേ ഞാൻ ഓഫ്ലൈൻ ട്യൂഷന് പോവുക. ഓക്കെ, നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷന് പോയിക്കോ. എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ട്യൂഷന് പോവാം. അത്ര പൈസ ഇല്ല, എനിക്ക് ഓൺലൈനാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ എവിടെ വേണമെങ്കിലും ചേരാം. എജുപോഡിലേക്ക് വരണമെങ്കിൽ എജുപോഡിലേക്ക് വരാം. വന്നു കഴിഞ്ഞാൽ അത് 100% എന്താണ്, നമ്മൾ അത്രയും അടിപൊളിയായിട്ട് ഇത് സെറ്റാക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ അതുമല്ല, ഒരു കുട്ടി തോന്നുക എനിക്കിതൊന്നും വേണ്ട, ഞാൻ സ്വന്തമൊക്കെ ഇരുന്ന് പഠിച്ചോളൂ, അതുകൊണ്ട് സ്കൂളിലത്തെ ക്ലാസ്സും കണ്ട് അടിപൊളിയായിട്ട് പഠിച്ചോളും തോന്നുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ ആണല്ലോ. ആൻഡ് ഏതൊരു കുട്ടി പഠിക്കാനുള്ള മൈൻഡുമായി, ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയുമായി, കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനുള്ള ആ ഒരു വിൽ പവറുമായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ കുട്ടി വരാൻ പോകുന്ന SSLC എക്സാമിന് ഫുൾ A+ കുറഞ്ഞതൊന്നും മനസ്സിൽ വിചാരിക്കുക പോലും വേണ്ട. ഓക്കെ ആണല്ലോ. സോ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്കിൽ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി, 10 സെക്കൻഡ് പോരെ. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, വരാൻ പോകുന്ന SSLC എക്സാം നിങ്ങൾ എത്ര A+ ആണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത്. അതായത് 10 A+ എന്ന് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ആ ഒരു ഡ്രീം നിങ്ങൾ ഇപ്പോഴേ ഉള്ളിലിട്ട് കഴിഞ്ഞു, നമുക്കതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇപ്പോൾ ടൈം ഉണ്ടെന്ന് വിചാരിച്ച് ഒഴപ്പി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം അവൻ വിചാരിക്കും ഒരുപാട് ടൈം ഉണ്ടെന്ന്. ഇല്ല, ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നമ്മൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എന്നും പറഞ്ഞ് അതും കഴിഞ്ഞ് പബ്ലിക് എക്സാം അങ്ങ് വരും. കണ്ണ് ചുമ്മി തറക്കുന്ന ഗ്യാപ്പ് ഇതിനൊക്കെ ഉണ്ടാവും. സോ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ടാറ്റ ബൈ ബൈ.